അല്ല, പ്രതിപക്ഷ നേതാവിന് അതിൻ്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വഖഫിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. വഖഫ് ബോർഡാണ് വിഷയം. ഈ വഖഫ് ബോർഡ് ഞാൻ പറയുന്നത് ഇത് പിരിച്ചുവിട്ടത് ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോ കോടതിയിൽ 4 പരാതികൾ വന്നു, 4 ഹർജികൾ, റിട്ടുകൾ എന്തോ ആവട്ടെ, 4 എണ്ണം വന്നു. ഈ 4 എണ്ണം ഏകോപിപ്പിച്ചാണ് ഇന്നലെ ഹൈക്കോടതി വാദം കേട്ടത്. ഇവിടെ എല്ലാവരും പറയുന്നത് UDF ഗവൺമെന്റ് ഈ പറയുന്ന പരാതികളെ എതിർത്തില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായ എന്താണ് ഏറ്റവും വലിയ പരാതി എന്തായിരുന്നു? അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അതായത് BJP നേതാവ്, NDA മുന്നണിയുടെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ പറയുന്നത് എന്താണ്? വഖഫ് ബില്ല് ഓൾറെഡി പാർലമെന്റ് പാസ്സാക്കിയ ബില്ലാണ്. ആ ബില്ലിൽ പറയുന്നത് 2 അമുസ്ലിം പ്രതിനിധികൾ ഈ പറയുന്ന വഖഫ് ബോർഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ ഈ പുതിയ വഖഫ് ബോർഡിൽ ആ ഒരു നിയമം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ വാദം എന്ന് പറയുന്നത്. ഈ വാദത്തെ സർക്കാർ എതിർത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർക്കാരിന്റെ എതിർപ്പിനെ കോടതി തള്ളും, അല്ലേ? ഇവിടെ കോടതിയിൽ സർക്കാർ അമുസ്ലിങ്ങളായ 2 ആളെ ഞങ്ങൾ നിയമിക്കാം എന്ന് സർക്കാർ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് മുസ്ലിം സമുദായത്തെ ദ്രോഹിച്ചു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചത്, പിന്നിൽ നിന്ന് കുത്തിയത് ഈ പിണറായി വിജയനാണ്. യഥാർത്ഥത്തില് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് പിണറായി വിജയൻ രൂപം നൽകിയ വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിലെ മെമ്പർമാർ ആരൊക്കെയാ? ഒന്ന് KS ഹംസ, ചെയർപേഴ്സൺ, ചെയർമാൻ, അധ്യക്ഷൻ എന്നൊക്കെ പറയാം. രണ്ടാമത്തത് ഇതിലെ മെമ്പർമാരായിട്ടുള്ളത് ആരൊക്കെയാ? ഒന്ന് AA റഹീം, മറ്റൊന്ന് KP മുഹമ്മദ് കുട്ടി മാസ്റ്റർ. വഖഫ് ബോർഡിന് നിയമനം, ഈ മെമ്പർമാരെ വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ റഹീം MP ആണ്. ഈ KP മുഹമ്മദ് കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ, ഈ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ MLA ആണ്. കുറ്റ്യാടിയിൽ നിന്നുള്ള CPM-ന്റെ MLA ആയിരുന്നു കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ. ഇനി ബാക്കിയുള്ളവര് ഒന്ന് ഉമർ ഫൈസി മുക്കമാണ്, അഡ്വക്കേറ്റ് PU അലിയാണ്, അഡ്വക്കേറ്റ് ഡോക്ടർ സെറീന സലാമാണ്, ശ്രീമതി സുമിത നിസാഫാണ്, CK ഉസ്മാൻ ഹാജിയാണ്, VM രഹനയാണ്. ഇതാണ് വഖഫ് ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറയുന്നു, ഈ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടത് ഏറ്റവും ഉത്തമമായ നിലപാടാണ്. ഈ റഹീമിനെയും അശ്ലീലം റഹീമിനെയും കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കാമെങ്കിൽ ഇവരെ 2 പേരെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താമെങ്കിൽ ആ മുസ്ലിം അല്ലാത്ത വിശ്വാസി, മുസ്ലിം മതവിഭാഗത്തിൽ പെടാത്ത ആളുകളെയും വെച്ച് വഖഫ് ബോർഡ് ഉണ്ടാക്കാം. ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഈ AA റഹീം ആരാ? മുസ്ലിമാണോ? ഈ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ ആരാ? മുസ്ലിമാണോ? ആണോ? മുസ്ലിമാണോ? അവർക്ക് 2 പേർക്ക് വഖഫ് ബോർഡിൽ ഇരിക്കാമെങ്കിൽ, അവരെ വഖഫ് ബോർഡിൽ നിയമിക്കാമെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുകളെയും വഖഫ് ബോർഡിൽ നിയമിക്കട്ടെ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇവിടെ ആര് വേണമെങ്കിലും കൈയാളട്ടെ. ഇനിയിപ്പോ എന്ത് സംഭവിക്കും? ഏറി വന്നാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകും.
അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ വേറെന്തെങ്കിലും അജണ്ടകൾ നടപ്പിലാക്കും. ഇതൊക്കെ സംഭവിക്കുമായിരിക്കും. സംഭവിക്കട്ടെന്നേ, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാ. ഇതൊന്നും സംഭവിക്കാതെ ഈ കാലം മുന്നോട്ട് പോകില്ല. ഇതൊക്കെ സംഭവിക്കണം. നിരന്തരമായിട്ട് മുസ്ലിം സമുദായം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആക്രമിക്കപ്പെടണം. ആക്രമിക്കപ്പെട്ടാലേ കാലം മുന്നോട്ട് പോകുള്ളൂ. ആക്രമിക്കപ്പെടണം, ദ്രോഹിക്കപ്പെടണം, എല്ലാം ചെയ്യണം. ഞാൻ പറയുന്നത്, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ എ റഹീമിനെയും കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററെയും വഖഫ് ബോർഡിൽ നിയമിക്കാമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് 100% ഈ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററും അങ്ങനെ തന്നെയാണ്. എന്നാല് റഹീമിന്റെ കാര്യത്തിൽ ഒരു അണു, ഒരു കടുകിന്റെ മണി പോലും, ഒരു കടുക് മണിയോളം പോലും സംശയമില്ല. റഹീം മുസ്ലിമാണോ? റഹീം മുസ്ലിമാണോ? ആണോ? റഹീം കമ്മ്യൂണിസ്റ്റുകാരനാണ്. റഹീം നിരീശ്വരവാദിയാണ്. റഹീമിന്റെ ഭാര്യ ഡോക്ടർ അമൃതയാണ്, അല്ലേ? റഹീമിന്റെ ഭാര്യ ഡോക്ടർ അമൃതയാണ്. അപ്പോ ഈ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളെ മറ്റേ രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർ അല്ല കേട്ടോ, അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. അപ്പോ ഈ റഹീമിന് വഖഫ് ബോർഡിൽ അംഗമാകാമെങ്കിൽ ആർക്കും വഖഫ് ബോർഡിൽ അംഗമാകാം. ആർക്കും വഖഫ് ബോർഡിൽ അംഗമാകാം. കേന്ദ്ര നിയമം എന്ന് പറയുന്നത് അത് സംഭവം ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇവറ്റകളെ ദ്രോഹിച്ച് എടങ്ങാറാക്കി ബുദ്ധിമുട്ടിച്ച് മാക്സിമം ഇവരെ എടങ്ങാറാക്കണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരികയും അവിടെ ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കുന്നു, KS സംശയെ ചെയർമാനാക്കുന്നു, റഹീമിനെ അംഗമാക്കുന്നു, മെമ്പറാക്കുന്നു, കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അംഗമാകുന്നു, പിന്നെയും കുറെ ആളുകളുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ നിലവിലെ വഖഫ് ബോർഡ്, അതായത് ഇന്നലെ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്ത വഖഫ് ബോർഡിന് ഒരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന മാനദണ്ഡത്തിൽ ആരെ നിയമിച്ചാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. പിണറായി വിജയന്റെ വഖഫ് ബോർഡിലെ അംഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ യോഗ്യരാണ് എന്നാണ് വാദമെങ്കിൽ ഈ പറയുന്ന BJP ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ആരെ നിയമിച്ചാലും അവര് യോഗ്യരാ. കാരണം BJP എന്താ പറയുന്നത്? BJP പറയുന്നത് മുസ്ലിം അല്ലാത്ത 2 ആളുകൾ ബോർഡിൽ വേണം. അതിന്റെ പേരിലാണല്ലോ ഇപ്പൊ ഹൈക്കോടതിയിൽ ഇത് എത്തിയതും ഹൈക്കോടതിയിൽ സസ്പെൻഡ് ചെയ്തതും, അല്ലെ? BJP പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു മുസ്ലിം അല്ലാത്ത 2 ആളുകൾ വേണം വഖഫ് ബോർഡിൽ. വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത 2 ആളുകൾ വേണമെന്ന് BJP പറയുന്നു. റഹീമും കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ എന്ന് പറയുന്ന 2 മുസ്ലിം അല്ലാത്ത ആളുകളെ ഈ വഖഫ് ബോർഡിൽ പിണറായി വിജയൻ നിയമിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വിശ്വാസികളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. BJP പറയുന്നത് പിണറായി വിജയൻ ചെയ്തു. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? പിണറായി വിജയൻ ചെയ്തതില് ഈ കുഞ്ഞമ്മദ് കുട്ടിയും ഈ റഹീമും പേരുകൊണ്ട് മുസ്ലിമാ. അതാണ് പ്രശ്നം. പക്ഷെ വിശ്വാസം കൊണ്ട് ഇവര് മുസ്ലിമാണോ? വിശ്വാസം കൊണ്ട് ഇവര് മുസ്ലിം അല്ലല്ലോ. റഹീം പറയോ ഞാൻ മുസ്ലിമാണെന്ന്, ഞാൻ മുസ്ലിം മതവിശ്വാസിയാണെന്ന് റഹീമിന് പറയാൻ കഴിയോ? റഹീമിന്റെ ഈ പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങളാണോ റഹീമിൻ്റെത്? ഒരു വിശ്വാസി എന്നുള്ള രീതിയിലുള്ള ജീവിതമാണോ റഹീമിൻ്റെത്? അപ്പൊ റഹീമിന് ബോർഡിൽ നിൽക്കാമെങ്കിൽ, പിണറായി വിജയനെ നിയമിക്കാമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് പോലെ മുസ്ലിം അല്ലാത്ത 2 ആളുകളെ നിയമിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം പിണറായി വിജയൻ ഒരു ബോർഡ് നിയമിച്ച് ആ ബോർഡിനെ ഉണ്ടാക്കിയാലേ ആ ബോർഡിനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളത് അടുത്ത ഗവൺമെന്റ് വരുമ്പോ അവർ ചിന്തിക്കും. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അത്രേ ഉള്ളൂ. ഇനി ഞാനൊരു കാര്യം പറയാ, എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളോടുള്ള ഒരു കാര്യം പറയാണ്. നിങ്ങള് വഖഫ് ബോർഡിൽ നിങ്ങൾ വിചാരിക്കും പോലെ ഇപ്പൊ നമ്മളെല്ലാരും പറയുന്നത് എന്താ, ലീഗ് എന്തോ വലിയ പ്രശ്നം കാണിച്ചു, ലീഗ് അതിനെ അനുകൂലിച്ചു, മറ്റവര് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം നടപ്പിലാക്കാൻ ലീഗ് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്.
ഇനിയിപ്പോ ലീഗ് അതിന് കൂട്ടുനിന്നില്ല എന്ന് വിചാരിക്കും. ലീഗ് അതിന് കൂട്ടുന്നില്ല വിചാരിക്കും. ഇന്നലെ ഈ പറയുന്ന UDF ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഈ പറയുന്ന വാദത്തെ എതിർത്തു എന്നും വിചാരിക്കുക. എന്നാ ഹൈക്കോടതി വെറുതെ വിടൂല. കാരണം എന്താ? കാരണം ഓൾറെഡി പിണറായി വിജയൻ ഉണ്ടാക്കിയിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ലിന് അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തിന് എതിരായിട്ടുള്ള ഒരു നിയമനമാണ്. അത് നിയമവിരുദ്ധമായ നിയമനമാണ്. നിങ്ങള് ആരെങ്കിലും ശ്രദ്ധിച്ചോ കേട്ടോ എന്നറിയില്ല, കേട്ടിട്ടുണ്ടാവും. വഖഫ് ബോർഡ് രൂപീകരിച്ച് വഖഫ് ബോർഡ് മെമ്പർമാരെ രൂപീകരിച്ച് KS ഹംസയെ ചെയർമാനാക്കിയ ആ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു വാർത്തയുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന്. ഞാനിതിപ്പോ പറയുന്നത് കാരണം എന്തറിയോ? ഈ വിവാദം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഇന്നലെ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ഈ വഖഫ് ബോർഡ് നിലവിൽ വന്ന സമയം, അതായത് മാസങ്ങൾക്ക് മുമ്പ് ഈ വഖഫ് ബോർഡ് രൂപീകരിച്ച അന്ന് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയിൽ പറയുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും കോടതിയിൽ പോയാൽ ഈ ബോർഡ് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടും. അതിന്ന് സംഭവിച്ചു എന്നുള്ളൂ. മനസ്സിലായില്ലേ? അതിന്ന് സംഭവിച്ചു. ഇവിടെ എനിക്കിതിന് വലിയ എന്താ പറയേണ്ടത് ആശങ്കയോ ദുഃഖമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണം. ഇതിങ്ങനെ സംഭവിക്കണം എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹം ഇങ്ങനെ നിരന്തരമായി ദ്രോഹിക്കപ്പെടണം. അതൊരു ഭാഗത്ത്. എന്നാലേ ഈ കാലം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കാലം പോകുന്തോറും ദ്രോഹങ്ങൾ അധികരിക്കണം. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത, വിശ്വാസിയായ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഗതികേടുണ്ടാവണം. അങ്ങനെ കാലം മുന്നോട്ട് പോകണം. അങ്ങനെ പോയേ മതിയാവൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ എന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ്, റഹീമിനും കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർക്കും വഖഫ് ബോർഡിൽ അംഗമാകാമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആർക്കും ഇതിൽ അംഗമാകാം. കാരണം ഇവിടെ എന്താ പ്രശ്നം? എന്താണ് ഇവിടെ പ്രശ്നം? വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ഓരോ മതത്തിന്റെയും വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ഒരു സംഭവമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഭവമാണ് അല്ലേ? അവിടെ ഇപ്പോ റഹീമിന് വന്നിരിക്കാമെങ്കിൽ, കാരണം റഹീം വിശ്വാസിയല്ല. റഹീം വിശ്വാസിയാണോ? റഹീം വിശ്വാസിയല്ല. കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ വിശ്വാസിയാണോ? വിശ്വാസിയല്ല. അവരെ രണ്ടുപേരെയും പിണറായി വിജയൻ ബോർഡിൽ അംഗങ്ങളാക്കിയില്ലേ? അപ്പോ ഇവർക്കൊക്കെ അംഗമാകാമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന രീതിയിൽ മുസ്ലിം അല്ലാത്ത ആർക്കും രണ്ടുപേര് വേണമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നേ. സിമ്പിളാണ് കാര്യം വളരെ സിമ്പിളാണ്. ഇനിയിപ്പോ ഇന്നലെ ഈ കോടതിയിൽ UDF ഗവൺമെന്റ് ഈ പറയുന്ന 4 ഹർജികളെയും എതിർത്തിരുന്നാലും ഹൈക്കോടതിക്ക് മുമ്പിൽ എന്താണ്? പാർലമെന്റിൽ പാസാക്കിയ നിയമം അവിടെ നിൽക്കുകയാണ്. രാജ്യത്തെ നിയമം. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ഹൈക്കോടതിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നാലും ഈ പറയുന്ന ചിലപ്പോ ഇന്നലെ സസ്പെൻഡ് ചെയ്യില്ലായിരിക്കും. ഒരു അടുത്ത ഹിയറിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിച്ചിട്ട് ഒരു അടുത്ത ഹിയറിംഗിൽ സസ്പെൻഡ് ചെയ്യായിരിക്കും. ഒരു 10-15 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒക്കെ ഒരു ഗ്യാപ്പ് ആയിരുന്നായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിക്ക് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇതിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമേ ഉള്ളൂ. ഇതിൽ എന്താണ്, ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വാക്കുണ്ട്, പിണറായി വിജയൻ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചതാണ് എന്ന്. അത് പറയാൻ കാരണം എന്താ? പിണറായി വിജയൻ ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കുന്നത് എപ്പോഴാ? തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന്. പിണറായി വിജയൻ അറിയാം ഇതാരെങ്കിലും കോടതി പോയാൽ ഇത് തീരുമെന്നുള്ളത്. പക്ഷേ പിണറായി വിജയൻ ഒരു കാര്യം അറിയുന്നത്, ഇത് കോടതിയിൽ പോയിട്ട് ഇത് ക്യാൻസൽ ആവുന്നതിന് മുമ്പ് തന്റെ ഭരണം പോകും എന്നുള്ളതും പിണറായി വിജയൻ അറിയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ താൻ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പൊ കേന്ദ്ര നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടും. മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം എതിരാകും എന്നുള്ള ബോധ്യം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ എന്താക്കി? മെല്ലെ ആ കേന്ദ്ര പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭാഗികമായി നടപ്പിലാക്കി, ഭാഗികമായി മാറ്റിവെച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഈ ലീഗിനെതിരെ തിരിയുന്ന ആളുകളോട് ഒരൊറ്റ ചോദ്യം, നിങ്ങൾ പറയുന്ന ഒരൊറ്റ കാര്യം എന്താ? ലീഗ് കേന്ദ്ര നിയമം, അതായത് അമുസ്ലിങ്ങളായ 2 പേരെ നിയമിക്കാനുള്ള കേന്ദ്ര നിയമം നടപ്പിലാക്കാൻ വേണ്ടി ലീഗ് കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. അത് ലീഗ് കൂട്ടുനിന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വസ്തുത. ഈ പറയുന്നവരോട് ഒരു ചോദ്യം എന്ന് പറയുന്നത്,
അവിടെ അമുസ്ലിങ്ങളായ രണ്ടുപേരെ നിയമിക്കുന്നതിലാണല്ലോ പ്രശ്നം. ഈ റഹീമും ഈ പറയുന്ന കുഞ്ഞമ്മദ് കുട്ടിയും ഏതാ മുസ്ലിമാണോ വിശ്വാസിയാണോ? ആണെന്ന് റഹീമും അറിയില്ല, ആണെന്ന് കുഞ്ഞമ്മദ് കുട്ടിയും അറിയില്ല. ഈ ഇപ്പൊ ഇങ്ങനെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന ടീമുണ്ടല്ലോ, അവര് പറയായിരിക്കും. പക്ഷെ റഹീമും ഈ കുഞ്ഞമ്മദ് കുട്ടിയും പറയോ ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും പറയാനുള്ള കെൽപ്പുണ്ടോ, ത്രാണിയുണ്ടോ, ഗഡ്സ് ഉണ്ടോ? നെവർ എവർ. അപ്പോ അവർക്ക് രണ്ടുപേർക്ക് ഈ ഭരണത്തിൽ ഇരിക്കാമെങ്കിൽ, ഈ ബോർഡിൽ വരാമെങ്കിൽ ആർക്കും വരാം, ഇരിക്കാം. ഇരുന്നോട്ടെ, എന്താ കുഴപ്പം? ഇരിക്കട്ടെ.